പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി ഇന്ത്യ. ആഭ്യന്തര വിപണിയിൽ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം തടയാനുമാണ് സർക്കാരിന്റെ നീക്കം. യൂറിയയുടെയും DAPയുടെയും വിതരണം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ സംസ്ഥാനങ്ങൾക്ക് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ അന്തർമന്ത്രാലയ സമിതി ഇന്ന് വീണ്ടും യോഗം ചേർന്നു. പ്ലാസ്റ്റിക് പാക്കിംഗ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, ഓട്ടോമോട്ടീവ് മേഖലകൾ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനാണ് കേന്ദ്രം പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയത്. ഈ വർഷം ജൂൺ 30 വരെയാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇനത്തിൽ 3 മാസത്തേക്ക് 1800 കോടി രൂപയുടെ നഷ്ടമാണ് ധനകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത്. നഷ്ടം സഹിച്ചുള്ള നീക്കം വിലക്കയറ്റം തടയാനും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനും സാധിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. 40 ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മന്ത്രി JP നദ്ദ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കൃഷി മന്ത്രിമാരുമായും സംസാരിച്ച് രാസവളത്തിന്റെ ലഭ്യതയിൽ ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച അന്തർമന്ത്രാലയ സമിതി ഇന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ LPG വിതരണവും കരിഞ്ചന്ത വിൽപ്പന, പൂഴ്ത്തിവയ്പൽ തടയൽ എന്നിവ ശക്തമാക്കാനുള്ള നടപടികളും ചർച്ച ചെയ്തു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചത്. അതിനിടെ ഡൽഹിയിൽ LPG റാക്കറ്റിലെ കണ്ണികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 45 സിലിണ്ടറുകളും വാഹനവുമാണ് പിടിച്ചെടുത്തത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.